വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് വി ഹിവാനാദി വ്ലോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഗൈസ്? ഇന്ന് നമ്മുടെ ഈദാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ട് ആദ്യം പോകുന്ന പറയും? നമ്മൾ നീൽത്താൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അവിടെ നിന്നാണ് ബാക്കി പരിപാടിയൊക്കെ. അങ്ങനെ നീൽത്താൻ്റെ വീട്ടിലേക്ക് പോവാം, എന്നിട്ട് ബാക്കി. നമ്മളിപ്പോൾ ശരിക്കും പോകുന്നത് എങ്ങോട്ടാ വെച്ചാൽ ആദ്യം ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് 5-ാം മൈൽ. പക്ഷെ അതോനോട് നമ്മൾ പറഞ്ഞിട്ടില്ല അങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വീടും അറിയില്ല അവൻ്റെ. അപ്പോൾ നമ്മൾ അവൻ്റെ ഉമ്മാനെ വിളിച്ച് ലൊക്കേഷനൊക്കെ എടുത്ത് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയ പാടന്നെ അവനെ കണ്ടപ്പോൾ ഹാദി മൊത്തത്തിൽ കിളി പോയിട്ടാണ്. ഹാദിക്കും അതുപോലെ തന്നെ കിളി പോയി, ഓനക്കും കിളി പോയിട്ടാണ്. രണ്ടാളും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാളും സർപ്രൈസ് ആയിട്ടൊന്ന് എത്തിയതാണ്. പിന്നെ അവർക്ക് രണ്ടാൾക്കൊന്നും മിണ്ടാനും പറ്റുന്നില്ല, അനങ്ങാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. പിന്നെ അങ്ങോട്ട് ഫുള്ള് ഇവൻ ഇത്രയും വലിയൊരു നാണക്കാരനാണ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നാണ് വീട്ടുകാർ വരെ പറഞ്ഞത്. കാരണം ആദ്യം കണ്ട ഉടനെ തന്നെ ആ ഒരു എക്സ്പ്രഷൻ ഒന്നും എനിക്ക് മാറ്റാനുണ്ടായിട്ടില്ല. ആദ്യമൊക്കെ ഇതാണെങ്കിൽ പിന്നെ ഓന് ആദ്യം എന്താ പറയുക നാണൊക്കെ അങ്ങ് പോയിട്ടോ. പക്ഷെ ഓനിക്ക് നാണം പോന്നേയില്ല. ഓനെ നമ്മൾ വിളിക്കുന്ന സമയത്തും ഒന്ന് എക്സ്പ്രഷൻ മാറാണ്ട് സംസാരിക്കുന്ന രീതിയിലൊക്കെ ഭയങ്കര നാണാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഓനെയും കൂടി കൂട്ടി. അപ്പോൾ ആദ്യക്ക് ഒരു കമ്പനിയായും വെറുതെ അവിടെ വീട്ടിൽ ബോറടിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കൂടെ തന്നെ കൂട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത നേരം നീൽത്താൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാം. അപ്പോൾ ഇതാ ഓന് ജസ്റ്റൊക്കെ ഒന്ന് ഓക്കെ വരുന്നുണ്ട്. ക്യാമറ നോക്കി ഹായ് ഒക്കെ കാണിച്ചേക്കും. പിന്നെ ഓരോടെ പോകുന്നതെന്നൊക്കെ ഭയങ്കര ആവേശത്തിൽ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നേരെ നീൽത്താൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. നീൽത്താൻ്റെ ആ വഴിയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് ഇനി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ദൂമോളൊക്കെ ഫോൺ കളിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ജീജുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇതിലിതാ ഇവരെ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ഇതിന് മുന്നേ വ്ളോഗിൽ പോലെ ഉണ്ട്. അപ്പോൾ റിന്നൂർ ഇത് എണ്ണിങ്ങാത്ത് നിന്നാട്ടോ. നമുക്കിനി നേരെ ഓള വീട്ടിലേക്ക് ഞാൻ പോകുന്നത്. എല്ലാവരും ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചത് ആദ്യം ഓനോടുണ്ട്. അപ്പോൾ നീൽത്ത മന്തിയെല്ലാം ഉണ്ടാക്കിയിട്ട് വിളമ്പി തരുന്നതാണ് ഗൈസ്. നീൽത്താൻ്റെ സ്പെഷ്യൽ മന്തി നീൽത്ത ഉണ്ടാക്കിയത്. അത് കഴിക്കാണ്ട് വിടൂല എന്നൊക്കെ പറഞ്ഞു. നമ്മളത് കഴിച്ചിട്ട് ഇതാണ് ജീജുവിൻ്റെ ഉമ്മ ഗൈസ്. നോക്കുന്നില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് വെറുതെ ചിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര ചിരിയാണ്. പിന്നെ അവിടുന്ന് ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതും കഴിഞ്ഞ് നമ്മൾ നേരെ റിനുവിന് കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ അവൾ ഫുഡിൻ്റെ കൂടെ കുറച്ച് ലിപ്സ്റ്റിക് ഇറക്കിക്കൊണ്ട് ഇതാ പിന്നെയും അവൾ ലിപ്സ്റ്റിക് ഇടുന്നതാണ്. എന്താണല്ലേ ഈ പെണ്ണുങ്ങൾക്ക് ലിപ്സ്റ്റിക്കിലാണ് ജീവിക്കാൻ തന്നെ പറ്റില്ല അല്ലേ? നമ്മുടെ ജീവൻ്റെ കസിനാണ് കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങി, അതായത് ഞാനും റിനു ഇനി 5-ാം മൈൽ ടൗണിൽ ഇറങ്ങി അവിടുന്ന് കണിയാമ്പറ്റേക്ക് ബസ് കയറാൻ വേണ്ടി പോകാൻ കേട്ടോ. ഞാനും റിനു ഹൃദയും. അപ്പോൾ അവിടെ എത്തിയപാടായിരുന്നു റിനുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലായിരുന്നു എൻ്റെ ഫോണൊക്കെ. അപ്പോൾ അവരുടെ വിഷ്വൽസ് കൂടെ കാണിച്ചു തരാം. പിന്നെ
കണിയാൻ പറ്റിയെന്ന് ഞാനും റിനൊക്കെ കൂടി തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത് എൻ്റെ മാമനും കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ ആൻറ്റി, അതുപോലെ റിജു, അതുപോലെ റിത. അപ്പോൾ എല്ലാവരും കൂടെ ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ് നേരെ കോഴിക്കോട്ടേക്ക് പോകാട്ടോ. ഉമ്മച്ചി ഇതാ ഭയങ്കര വിളമ്പൽ തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ ഇതാ ബാപ്പച്ചി, അതുപോലെ ആൻറ്റി, അതുപോലെ റിനു, അങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.